ഏറെ പരാതികൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇന്നലെ UDF യോഗം ചേരുന്നത്. യോഗശേഷം UDF കൺവീനർ മാധ്യമങ്ങളെ കണ്ടു. PMC പദ്ധതിയെക്കുറിച്ച് ചോദ്യമുണ്ടായി. എടുത്ത നിലപാട് അത് UDF കൺവീനർ ഇന്നലെ വിശദീകരിച്ചു. അടൂർ പ്രകാശ് ഒന്ന് കേൾക്കാം. കഴിഞ്ഞ LDF ഗവൺമെന്റ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചു. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. തുടർച്ചയെന്ന നിലയിൽ അത് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് UDF കൺവീനർ പറഞ്ഞത്. PMCയിൽ UDF കൺവീനർ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് എന്ന നിലപാടെടുത്തപ്പോൾ പ്രതിരോധത്തിലായത് മുസ്ലിം ലീഗായിരുന്നു. വിഷയത്തിൽ ലീഗ് എന്തു പറയുമെന്നായിരുന്നു മാധ്യമങ്ങൾ കാത്തിരുന്നത്. മുന്നണി കൺവീനറുടെ വാദം തള്ളുന്നതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. പദ്ധതി നടപ്പാക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്നും മുന്നണി വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ഓർമ്മിക്കണേ, UDF കൺവീനർ എടുത്ത നിലപാട് ഇടതുമുന്നണിയുടെ തുടർച്ചയായി ഈ മുന്നോട്ട് പോകും എന്നായിരുന്നു ഇന്നലെ UDF യോഗത്തിന് ശേഷം കൺവീനർ പറഞ്ഞത്. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി ഇന്നലത്തെ UDF യോഗത്തിൽ പങ്കെടുത്ത PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. ഇന്നലെ UDFിൽ PMC സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. കേരള ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെൻറ് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDFും പറയും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയും. അപ്പോൾ UDFിൽ ചർച്ച ചെയ്യാതെയാണോ UDF കൺവീനർ ഇന്നലെ അങ്ങനെയൊരു നിലപാടെടുത്തത്? അതുകൊണ്ട് ഒരിക്കൽ കൂടി UDF കൺവീനറെ കാണാൻ നമ്മൾ തീരുമാനിച്ചു. കാരണം കുഞ്ഞാലിക്കുട്ടി പറയുന്നത് UDFിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ്. ഇന്നലെ UDF കൺവീനർ പറഞ്ഞു പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന്. ഇന്ന് എന്താണ് UDF കൺവീനർക്ക് പറയാനുള്ളത്? അതുകൂടിയൊന്നും അല്ല, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. ഇല്ല, പിന്മാറാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി UDF കൺവീനറുടെ ഇന്നലത്തെയും ഇന്നത്തെയും പ്രതികരണം ഒന്നിച്ച് ഒന്നുകൂടി ഒന്ന് കാണാം. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. അത്രയേ ഉള്ളൂ. കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം തീരുമാനമെന്ന് മന്ത്രി AP അനിൽകുമാറും പദ്ധതിയെക്കുറിച്ച് ഉപസമിതിയും മന്ത്രിസഭയും വീണ്ടും ചർച്ച ചെയ്യുമെന്ന് മന്ത്രി റോജി M. ജോണും പ്രതികരിച്ചു. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, സർവത്ര ഉരുളലാണല്ലോ. എന്താണ് സംഭവിക്കുന്നത് UDFിൽ? PMCയിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത മറുപടി UDFിനെ മുസ്ലിം ലീഗിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയോ? മുന്നണി കൺവീനർ അടൂർ പ്രകാശിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് രംഗത്ത് വന്നത്. സമവായമുണ്ടാകാതെ ഇത്തരത്തിലൊരു പരസ്യമായ ഒരു പ്രതികരണം നടത്തിയതില്ല. അദ്ദേഹത്തിൻ്റെ അതൃപ്തിയെ അദ്ദേഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്തു. അതോടൊപ്പം തന്നെ KM ഷാജി അടക്കമുള്ള നേതാക്കളും ശക്തമായി രംഗത്ത് വരുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സമവായമാകാതെ ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് എന്തിനു പോയി എന്നാണ് ലീഗ് നേതാക്കൾ പ്രധാനമായും ചോദിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ലീഗിൻ്റെ അകത്ത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. സാധാരണ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി ഇത്ര കടുത്ത നിലപാടുമായി പരസ്യ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയും ശക്തമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. മതനേതാക്കളടക്കം ഇതിന് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തതോടുകൂടി കടുത്തൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിരുന്നു. അതിന് പിന്നാലെ തന്നെ അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞ് തിരുത്തി പറയുന്ന ഒരു നില കൂടി ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ പാർട്ടിയും അതോടൊപ്പം തന്നെ മുന്നണിയും തിരുത്തിയില്ലെങ്കിൽ ജനങ്ങൾ തിരുത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് വന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏത് നിലയിലാണോ LDF സർക്കാർ പരാജയപ്പെട്ടത് അത് സമാനമായ നിലയിലേക്ക് തന്നെ UDF സർക്കാരിനെ ബാധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അവരുടെ ഭാഗത്ത് വരുമ്പോൾ ഇത് വെറുതെ നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ലീഗ് നേതൃത്വം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഏതായാലും UDFിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് സംഭവിച്ചുണ്ടായിരിക്കുന്നത്. PMCയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ഇനി എത്രത്തോളം സുഗമമായി നടക്കും എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വീണ്ടും വിചാരത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് തന്നെയാണ് ലീഗിന്റെ ഈ കടുത്ത നിലപാടിലൂടെ വ്യക്തമാകുന്നത്. താങ്ക് യു. AK അഭിലാഷാണ് വിവരം നൽകിയത്.